ഹൈ സ്റ്റുഡൻസ് +2 CBSE ബോർഡ് എക്സാം ആൻഡ് ICSE ബോർഡ് എക്സാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റേറ്റിന്റെ ബോർഡ് എക്സാം കൂടെ കഴിയാനുള്ളൂ. സയൻസ് പഠിക്കുന്ന കുട്ടികളെല്ലാം ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ക്രാഷ് കോഴ്സ് നടത്തുന്നത് മെയിൻലി കീം ആൻഡ് JEE നീറ്റ് എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും. റിറ്റ്സ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യയിലെ വേരിയസ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആകെ 20 ദിവസമാണ് ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. നീറ്റ് അല്ലെങ്കിൽ കീം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഫ്രീ ആണ്. അത് കഴിഞ്ഞും പല എൻട്രൻസ് എക്സാംസിലുണ്ട്. ഐസർ എക്സാം, കീമിന്റെയോ നീറ്റിന്റെ എക്സാം കഴിഞ്ഞ് പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ എക്സാം വരുന്നത്. അപ്പൊ ഐസർ നല്ലൊരു ഓപ്ഷനാണ്. ഐസറിന് ഇപ്പോൾ BTech കോഴ്സുകളുണ്ട്, ഡാറ്റാ സയൻസ് ആൻഡ് AI കോഴ്സ് ഉണ്ട്, എക്കണോമിക്കൽ സയൻസ് കോഴ്സുകളുണ്ട്. അപ്പൊ ഐസർ 1 മാസം കഴിഞ്ഞ് പിന്നെയും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് JEE ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി JEE അഡ്വാൻസിന്റെ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ബിറ്റ്സിന്റെ എൻട്രൻസ് എക്സാം ജൂണിലാണ്. കുറേയും കൂടെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്രാഷ് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ആകെ ഒരു 20 ദിവസത്തെ കോഴ്സ് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ റിറ്റ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ക്രാഷ് കോഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് വരുന്ന എക്സാം ലൈക്ക് ഐസർ, നൈസർ, CUT എൻട്രൻസ് എക്സാം, ബിറ്റ്സാറ്റിന്റെ എൻട്രൻസ് എക്സാം, JEE മെയിൻ പാസ്സാവുന്നവർക്ക് JEE അഡ്വാൻസിന്റെ എൻട്രൻസ് എക്സാം, ഇതിന് വേണ്ടിയിട്ട് അവരെ തയ്യാറെടുത്ത് ഏതാണ്ട് ഒരു 3 മാസത്തെ ഡ്യൂറേഷനാണ് നമ്മുടെ ക്രാഷ് കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വട്ടം അടയ്ക്കുന്ന ഫീസ് കൊണ്ട് തന്നെ എൻ്റെ പഠിക്കാൻ പറ്റും. കേരളത്തിലെ കുട്ടികൾക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് CUT എക്സാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല കുട്ടികളും ഈ എക്സാം പോലും എഴുതത്തില്ല. ഈ വർഷത്തെ സിവിൽ സർവീസ് എൻട്രൻസ് എക്സാം എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 10 റാങ്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 50% സ്റ്റുഡൻസ് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും, ടെക്നിക്കൽ ആണെങ്കിൽ നോൺ ടെക്നിക്കൽ ആണെങ്കിൽ നമുക്ക് CUT എൻട്രൻസ് എക്സാം എഴുതാം. ഈ വർഷത്തെ CUT എൻട്രൻസ് എക്സാം മെയിലാണ്. അതിന് നമ്മൾ NCERT മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഏത് സിലബസ് ആണോ പഠിച്ചത് ആ സിലബസിൽ NCERT ടോപ്പിക്സ് മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ട് CUT എക്സാം ചെയ്ത് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി എടുത്താൽ പോലും വർത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് റിറ്റ്സ് കൊല്ലം. ഈ വർഷത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേറ്റ് സിലബസിന് 29 ഈ മാസം 29ഉം ICSE ഈ മാസം 17-ാം തീയതിയാണ് ക്ലാസ്. CBSEയുടെ അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പല എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആശ്രയിക്കേണ്ടത് റിറ്റ്സ് ആണ്. ഈ വർഷം എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസ നേരുന്നു.